സമ്പത്ത്, ഈ ഒരു ഇത്തരത്തിൽ ഒരു നിരുപാധിക പിന്തുണ SDPI മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ ആ കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു വന്ന സ്വാഭാവികമായ പ്രതികരണങ്ങളാണ് ഇതെല്ലാം. ഒരു നോക്കൂ, പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം അങ്ങേക്ക് കേൾക്കാമോ? അഡ്വക്കേറ്റ് സമ്പത്ത്, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം അവരുടെ ഒരു പൊളിറ്റിക്കൽ ടൂളായി ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ് SDPI എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തർക്കവുമില്ല. 2019 തെരഞ്ഞെടുപ്പിലും അവർ വളരെ കൃത്യമായി പിന്തുണ ആർക്കൊക്കെ നൽകി എന്നുള്ള കാര്യം എല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കാര്യമാണ്. 2014 അവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ നോക്കൂ, വളരെ അപ്രതീക്ഷിതമായി നനച്ചിരിക്കാത്ത നേരത്ത് ഒരു പിന്തുണ വരികയാണ്. SDPIയുടെ പിന്തുണ സംസ്ഥാനത്ത് UDF-നെ പിന്തുണയ്ക്കുകയാണ്. അവർ അതിന് ഉദാഹരണമായി അതിൻ്റെ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് മതനിരപേക്ഷത ഈ രാജ്യത്ത് സംരക്ഷിക്കാൻ കോൺഗ്രസ് മാത്രമാണ് മുന്നണി പോരാളി എന്നുള്ള ഒരു നറേറ്റീവ് വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കോൺഗ്രസ് SDPIയുടെ വാദങ്ങളെ, അത്തരത്തിൽ അവരുടെ ഒരു പിന്തുണയെ വെള്ളപൂശുന്നത്. പക്ഷേ നമുക്കറിയാം SDPI എന്താണ് എന്നുള്ളത്. ഈ കോൺഗ്രസിൻ്റെ വാദം നിലനിൽക്കുമോ? നീലിമ, കോൺഗ്രസിൻ്റെ വക്താവ് ഇവിടെ വല്ലാതെ അധ്വാനിച്ചത്, അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിച്ചു മറുപടിയും അവർ തന്നെ പറയുന്നത് CPM അങ്ങനെ പറയുമോ? ഇല്ല, CPM അങ്ങനെ പറയും എന്ന് പറയേണ്ടത് ഞങ്ങളാണല്ലോ, അല്ലേ? ഇവിടെ SDPIയുടെ സഹായത്തെക്കാൾ ഭേദം മുസ്ലിം ലീഗ് പിരിച്ചുവിടുന്നതാണ് എന്ന് പറഞ്ഞത് ഡോക്ടർ MK മുനീറാണ്. ഒരുപാട് വർഷം മുമ്പൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ഈ SDPI കോൺഗ്രസ്സിനെ മാത്രമാണോ? തലപ്പാടിയിൽ 2 BJP അംഗങ്ങളുടെ പിന്തുണയിലല്ലേ SDPIക്ക് പഞ്ചായത്ത് ഭരണം ലഭിച്ചത്. ഇനി ഈ തമിഴ്നാട് സംസ്ഥാനത്ത് ഈ കോൺഗ്രസും എൻ്റെ പാർട്ടി CPIM-ഉം CPI-യും DMK-യുടെ മുന്നണിയിലാണ്. അപ്പോൾ ഞാനും മുതലച്ചാരും കൂടി ഒരു വലിയ കാളയെ പിടിച്ചു എന്നൊരു തവള മുതലയുടെ മുകളിൽ കയറിയിരുന്നിട്ട് ക്രോം പറഞ്ഞതുപോലെ മറ്റ് കോൺഗ്രസ് ഉൾപ്പെടെ പറയുന്നുവെങ്കിൽ അതിൽ അഭിമാനിക്കുന്നത് നല്ലതാണ്. അവിടെ മുന്നണിയുടെ നേതൃത്വം ആർക്കാണ്? ആ മുന്നണിയുടെ നേതൃത്വം DMK-ക്കാണ്. ഡിണ്ടുകളിൽ CPIM-ന്റെ സ്ഥാനാർത്ഥി ചുറ്റികാരുവാൾ നക്ഷത്ര അടയാളത്തിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖ്യ എതിരാളി ആരാണ്? SDPI ആണ്. SDPI ADMK-യുടെ മുന്നണിയിലാണ്. നിങ്ങൾ SDPI ഡിണ്ടുകളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 18ാം ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മറ്റൊരു കാര്യം, ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ്. അദ്ദേഹത്തോട് മാധ്യമങ്ങളടക്കം ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം അതിൽ നിന്നെല്ലാം വഴുതി മാറുകയാണ്. അദ്ദേഹത്തിൻ്റെതായ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയത്. എന്താ ഇതിൽ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം പറയുകയാണ്, പുന്ന നൗഷാദ് 3 കുത്ത്, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ 3 കുത്ത്, SDPIക്കാരുടെ കൊലക്കത്തിക്കിരയായി 4 കുത്ത്, ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. 20 മണ്ഡലങ്ങളിലും UDF-ന് നിന്ന് പരസ്യ പിന്തുണ SDPI നൽകിയിട്ടുണ്ട്. ഈ പറയുന്നത് ഇവർ തമ്മിലുള്ള അവിശുദ്ധ ബന്ധം മറന്നേക്ക് പുറത്തു വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യത്തെ സംബന്ധിച്ച് കോൺഗ്രസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്, SDPIയുടെ ഒരു പിന്തുണയും ആവശ്യപ്പെട്ടിട്ടില്ല. SDPI പിന്തുണ നൽകിയത് കൊണ്ട് എവിടെയെങ്കിലും CPIM-ന്റെ നേതാക്കൾ, പ്രവർത്തകർ അത്തരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റായി അല്ലെങ്കിൽ അത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെ ആ നിമിഷം രാജിവെപ്പിച്ചിട്ടുണ്ട്. അവർ വീണ്ടും വോട്ട് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും രാജിവെപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ മറ്റൊരു ചർച്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇരിക്കുന്നത് ഇവിടെ ഈ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാട്ടാക്കടയിലാണ്. ഇവിടെ അടുത്ത് പാലോട് എന്ന ഒരു പഞ്ചായത്ത്, പാലോട് പെരിങ്ങമല ഗ്രാമപഞ്ചായത്ത്, ആ പാലോട് പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിൽ SDPI വോട്ട് ചെയ്തതുകൊണ്ട് വിജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ 6 പഞ്ചായത്ത് പ്രസിഡന്റുമാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അധ്യക്ഷന്മാർ ആ നിമിഷം രാജിവെച്ചിട്ടുണ്ട്. ഇനി ഇത് SDPIയുടെ ഒരു നേതാവ് അത്തരത്തിൽ, ഇതെല്ലാം സമൂഹ മാധ്യമത്തിൽ വന്നതാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിപ്പോൾ ഞാൻ ഈ കാട്ടിയതിനകത്ത് പലതും തുറന്നു പറഞ്ഞാൽ ഊതി വീർപ്പിക്കപ്പെട്ട തൂവെള്ള ബലൂൺ പൊട്ടിപ്പോകും. VD സതീശനോട് SDPI അവർ പറയുകയാണ്. ഇനി വേറൊന്ന്, ഈ SDPIയും ഈ പറയുന്ന അല്ല ഇനി പോപ്പുലർ ഫ്രണ്ടോ മറ്റേത്, ഇതെല്ലാം പല വേഷം മാറുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വിഷസർപ്പം മൂർഖനായാലും അത് അണലിയായാലും ചട്ട ഉരിഞ്ഞു കളഞ്ഞത് കൊണ്ട് അതിൻ്റെ വിഷമൊന്നും പോകുന്നില്ല, അത് പുതിയ ചട്ടയുമായി ഇഴഞ്ഞു തന്നെ പോവുകയാണ്. ഇത് ആരുടെ പടമാണ്? ഇന്നൊരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കോൺഗ്രസ് നേതാവിൻ്റെ പടമാണ്. അദ്ദേഹം ഏതാണ്? മലബാർ സ്റ്റുഡൻസ് കോൺഫറൻസ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയാണ്. ആരുടേതാണ്? ക്യാമ്പസ് ഫ്രണ്ടിൻ്റേതാണ്. അപ്പോൾ ഈ ബന്ധം എന്നുള്ളത്, ഈ അവിശുദ്ധ ബന്ധം എന്നുള്ളത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇനി ശ്രീ ഷാഫി പറമ്പിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണ്.
അദ്ദേഹത്തിൻ്റെതായ ഫേസ്ബുക്ക് പോസ്റ്റാണ്. എന്താ ഇതിൽ പറഞ്ഞിട്ടുള്ളത്? ഞാനിത് സമയച്ചുരുക്കം കൊണ്ട് മുഴുവൻ വായിക്കുന്നില്ല. നാടിൻ്റെ ശാപമായ RSSും SDPIയും പാലക്കാടിൻ്റെ സമാധാന ജീവിതത്തെ തകർക്കുകയാണ്. വർഗീയ കോമരങ്ങൾ ഒരു ജനതയുടെ സ്വൈര ജീവിതത്തെ വെല്ലുവിളിക്കുമ്പോൾ, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെതായ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും രാജ്യത്തെ ജനങ്ങളെ അവരെ മതപരമായി ഭിന്നിപ്പിക്കാനും അക്രമ സ്വഭാവത്തോടുകൂടി ഇത്തരം ഈ പൊതുസമൂഹത്തിൽ ഇടപെടുന്നതിന് വേണ്ടിയുള്ള ഒരു മാന്യതയുടെ പൊളിറ്റിക്കൽ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു സാങ്ക്ടിറ്റിയൊക്കെ കിട്ടുന്നതിന് വേണ്ടി ഇവർ പലയിടത്തും വലിഞ്ഞു കയറും. ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ വലിയ അപകടമാണ്. നമ്മൾ ഓർക്കേണ്ടുന്നൊരു കാര്യം, 1978 തലശ്ശേരിയിൽ അന്ന് ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ സഖാവ് MV രാജഗോപാല മാസ്റ്റർ ചുറ്റികാരുവാൾ നക്ഷത്രം അടയാളത്തിൽ മത്സരിക്കുമ്പോൾ സഖാവ് EMS പറഞ്ഞത് ഇപ്പോഴും എപ്പോഴും CPM പാലിക്കുക തന്നെയാണ്. പരസ്യമായി പറഞ്ഞല്ലോ സഖാവ് EMS, ഞങ്ങൾക്ക് RSSൻ്റെ വോട്ട് വേണ്ട എന്ന്. RSSൻ്റെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞത് എന്ന് മാത്രമല്ല, സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അന്ന് സഖാവ് EMS പറഞ്ഞത് ഇന്നും പ്രസക്തമെന്ന് മാത്രമല്ല, ഞങ്ങൾ ഈ പറയുന്ന ഒരു തീവ്രവാദി സംഘടനയുടെയും അവരുടെ വോട്ട് തേടി ഞങ്ങൾ പോകുന്നില്ല. മതനിരപേക്ഷത സംരക്ഷിക്കണം. ആ മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ മത തീവ്രവാദി പ്രസ്ഥാനങ്ങളുമായി ഒരു കൂട്ടുകെട്ടും ഉണ്ടാക്കരുത്. ഒരു കാര്യം കൂടി നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ഹോട്ടലിൽ വെച്ച് മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട ചില നേതാക്കന്മാർ അവർ SDPയുടെ നേതാക്കളുമായി രഹസ്യ ചർച്ച നടത്തി. ആ ചർച്ച നടത്തിയില്ല എന്ന് അവർക്ക് പറയാൻ കഴിയില്ല. എന്തിനു വേണ്ടിയായിരുന്നു ചർച്ച നടത്തിയത്? ഇതെല്ലാം നമ്മുടെ മുന്നിൽ സൂചിപ്പിക്കുന്നത് ഇവിടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതനിരപേക്ഷതയുടെ വക്താക്കളായിരിക്കേണ്ടുന്ന കോൺഗ്രസ് ചില സംസ്ഥാനങ്ങളിലൊക്കെ അവർ മൃദു ഹിന്ദുത്വ നിലപാടെടുക്കുന്നത് പോലെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ 5 വോട്ടിന് വേണ്ടി എന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും. എന്തുകൊണ്ടെന്നറിയാമോ? പഞ്ചാബ് സംസ്ഥാനത്ത് ഭീകരവാദം വളരാനിടയായത് അക്കാലത്ത് ഭിന്ദ്രൻവാല എന്ന കള്ളസന്യാസിയെ കൂടെ ചേർത്ത് അദ്ദേഹത്തിൻ്റെ പടവും അദ്ദേഹത്തിൻ്റെ ആ അഭ്യർത്ഥനയും വീടുകളിലെല്ലാം കൊടുത്ത് പടം വെച്ച് നോട്ടീസ് അടിച്ച് അദ്ദേഹത്തിൻ്റെ പടം കൂടി ചേർത്ത് കൈപ്പത്തി അന്ന് കോൺഗ്രസ് വോട്ട് ചോദിച്ചതാണ്. ചെയ്യരുത് എന്ന് സഖാവ് ഹർകിഷൻ സിംഗ് സുർജിത്ത് പറയുകയുണ്ടായി. എന്നിട്ട് എന്തായി അവിടെ നടത്തിയത്? നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് ഈ ഭീകരവാദി സംഘടനകൾ അവരുമായി കോൺഗ്രസ് സന്ധി ചെയ്തത്? ഞാനിതിലേക്ക് കൂടുതൽ ദീർഘമായിട്ട് എന്തെങ്കിലും പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസ് ഇക്കാര്യത്തിൽ സുചിന്തിതമായ സുശക്തമായ ഒരു നിലപാടെടുക്കണം. അല്ലാതെ മതനിരപേക്ഷത സംരക്ഷിക്കാനായി മത തീവ്രവാദികളോടൊപ്പം തന്നെ വേദി പങ്കിടുകയും അങ്ങനെ രണ്ട് വഞ്ചി കാലിട്ടുകൊണ്ട് നടക്കും. അതാണ് CPIM ഏതെങ്കിലും അല്ലെങ്കിൽ LDF ഏതെങ്കിലും കൊതിക്കറിവ് കൊണ്ട് പറയുന്നതല്ല. ഇത് അങ്ങേയറ്റം അപകടമാണ് എന്ന് നമ്മുടെ മുന്നിൽ ഒരുപാട് തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ SDPIയുടെ പിന്തുണയെ ഒരു ആപത്തായി മാത്രമേ ഇക്കാര്യം കാണാൻ കഴിയുകയുള്ളൂ എന്ന നിലപാട് ഇവിടുത്തെ മതേതര കക്ഷികൾ സ്വീകരിക്കുന്നത്, അത്തരത്തിൽ സ്വീകരിക്കപ്പെടേണ്ടതും.